എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും വീണ്ടും സ്വാഗതം. നമുക്ക് പുതിയൊരാഴ്ച ദൈവം ദാനമായി നൽകി. നമുക്ക് ഇന്ന് പകലിലും ദൈവത്തിന്റെ വചനം നമുക്ക് പഠിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കുക. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ സൺഡേ സ്കൂള് ആരംഭിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകലിലും സൺഡേ സ്കൂൾ പഠിക്കുവാൻ യേശുപ്പച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. എല്ലാവരുടെ മേലും ജ്ഞാനവും വിവേകവും ബുദ്ധി അറിവും ദൈവം പകരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണം. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ അനുഗ്രഹിക്കുമാറാകണം. പഠിപ്പിക്കുന്ന അധ്യാപകരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു, സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞല്ലേ? ഓക്കെ, നമുക്കിന്ന് പുതിയൊരു പാഠം പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നല്ല നല്ല പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, വാക്യങ്ങൾ പഠിക്കുന്നു അല്ലേ? എല്ലാവരും ഉത്സാഹത്തോടെ ആയിരിക്കുന്നു എന്നറിയാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 കന്യകമാരെ കുറിച്ചാണ്. ആരെക്കുറിച്ച് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നേ? 10 കന്യകമാരെ കുറിച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൈബിളിലാണെങ്കിൽ 10 കന്യകമാരെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് അറിയാവോ അത്? പാസ്റ്റേഴ്സ് ആരെങ്കിലും പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ബൈബിൾ വായിക്കുമ്പോഴോ ആരെങ്കിലും വായിച്ച് കേൾപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ചിലരൊക്കെ ഇങ്ങനെ പെയ്യെ പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. 10 കന്യകമാരില് 10 കന്യകമാരെല്ലാവരും ബുദ്ധിയുള്ളവരായിരുന്നോ? അല്ല. 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്ത കന്യകമാരുമായിരുന്നു അല്ലേ? അവരെന്തായിരിക്കും ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചത് അല്ലേ? നമുക്കതിന്റെ ബൈബിൾ പോർഷൻ പറയാം. മത്തായിയുടെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിലാണ് ചേച്ചി ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ബൈബിൾ പോർഷൻ. മത്തായിയുടെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് 10 കന്യകമാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 10 പേരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. എന്താണ് അവർ ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. സ്വർഗരാജ്യം തന്റെ മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുന്ന 10 കന്യകമാരോട് സദൃശ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം നമുക്കവിടെ തുടങ്ങുന്നത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? 10 കന്യകമാരില് 5 പേർ അവരെന്ത് ചെയ്തു? മണവാളനെ എതിരേൽക്കാൻ വേണ്ടി പോകുകയല്ലായിരുന്നു. അപ്പൊ അവര് വിളക്കുകളും കൂടെ എടുത്തു. എന്ത് കൈ കരുതി? വിളക്കുകൾ എടുത്തു. എന്തിനായിരിക്കും വിളക്കുകൾ എടുത്തത്? ഏത് സമയത്താണോ വരുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ അത് കാരണം അവരെന്ത് ചെയ്തു? വിളക്കുകളും കൂടെ കരുതി. പക്ഷെങ്കിൽ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് ആ കന്യകമാർ 5 പേര് ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. വിളക്ക് തന്നെ എടുത്തോണ്ട് പോയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ വീട്ടില് വിളക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങള്? വിളക്കിന്റെ അകത്ത് ചുമ്മാ ഒരു തിരി ഇട്ട് വെച്ചാല് ആ വിളക്ക് കത്തുവോ? കത്തത്തില്ല ഇല്ലേ? അത് കുറച്ച് ഇങ്ങനെ പുകഞ്ഞു നിന്ന് അത് കെട്ട് പോകത്തേ ഉള്ളൂ. അത് കത്തി നിൽക്കുവോ? ഇല്ല. കത്തി നിൽക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം അല്ലേ? നമ്മൾ അതിൻ്റെ അകത്ത് വീട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വിളക്കുകളിലൊക്കെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും. ഇപ്പൊ എല്ലാ വീട്ടിലൊന്നും ഇപ്പൊ അങ്ങനത്തെ വിളക്കുകളൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ ഇവിടെ അവരെ എണ്ണ കൈ കരുതണമായിരുന്നു. എന്തുകൂടെ കരുതണമായിരുന്നു? വിളക്കോട് കൂടി എണ്ണ കരുതണമായിരുന്നു. പക്ഷേ ഇവിടെ 5 പേർ വിളക്ക് മാത്രമല്ല എടുത്ത്, വിളക്കോട് കൂടി എണ്ണയും കരുതി. 5 പേർ എന്ത് ചെയ്തു? വിളക്ക് മാത്രം കൈ കരുതി കൊണ്ടുപോയി. വിളക്കും കൊണ്ട് മാത്രം പോയാല് പറ്റുമോ കാര്യം? ഇല്ല. പക്ഷെ അവർ അന്നേരം ബുദ്ധി ഇല്ലാതാണ് അവിടെ പ്രവർത്തിച്ചതല്ലേ? അങ്ങനെ അവര് 10 പേരും കൂടെ പോയി. അങ്ങനെ ഇരുന്നപ്പോ മണവാളൻ വരാൻ താമസിച്ചത് മൂലം അവരെല്ലാം അവിടെ കിടന്നു. മണവാളൻ താമസിക്കുന്നത് കാരണം അവർക്കെല്ലാം ഒരു മയക്കം പിടിച്ചു. അങ്ങനെ അവരെല്ലാരും അവിടെ എന്ത് ചെയ്തു? കിടന്നുറങ്ങുവാനായിട്ടിടെ. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മണവാളൻ വരുന്നു എന്നുള്ള ഒരു ആർപ്പുവിളി കേട്ടു. മണവാളൻ വരുന്നു, എല്ലാവരും മണവാളനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക, എഴുന്നേക്കുക എന്ന് പറഞ്ഞല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? വിളക്കുകൾ കത്തിച്ച്. മണവാളൻ വരാൻ താമസിച്ചല്ലോ, അപ്പം വിളക്ക് കത്തിച്ചാലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ മണവാളൻ വരുന്നത് മണവാളനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർ വിളക്ക് കത്തിച്ച് പോകാൻ വേണ്ടി തുടങ്ങി. പോകാൻ അങ്ങോട്ട് തുടങ്ങിയപ്പം 5 പേരുടെ കയ്യില് വിളക്കോട് കൂടി എണ്ണ ഉണ്ടായിരുന്നു. പക്ഷെ 5 പേരുടെ കൈ വിളക്ക് മാത്രമേ ഉള്ളായിരുന്നു. അവർ കത്തിക്കാൻ നോക്കിയപ്പം പറ്റുവോ? കത്തുവോ? അത് കത്തത്തില്ല അല്ലേ? അപ്പൊ അവരെന്ത് ചെയ്തു? ഈ എണ്ണ ഉള്ളവരോട് ചോദിച്ചു,
ഞങ്ങൾക്കൂടെ തരാമോ എന്ന് ചോദിച്ചു അല്ലേ. അന്നേരം എന്തു പറഞ്ഞു? ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതെ വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്ക പോയി വാങ്ങാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് നമ്മുടെ ഇതിൽ നിന്ന് ചിലപ്പോൾ ആ എണ്ണ അവർക്ക് അവരുടെ വിളക്കിന് വേണ്ടിയുള്ളത് മാത്രമേ അവർ കരുതിയിട്ടുണ്ടാവത്തുള്ളൂ അല്ലേ. വേറൊരാൾക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും തികയത്തില്ല, ഇവർക്കും തികയാതെ വരും. അങ്ങനെ വരാതിരിപ്പാൻ അവരെന്ത് ചെയ്തു? ഇവരോട് പറഞ്ഞു നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങാനെന്ന്. ബുദ്ധിയില്ലാത്ത ആ 5 കന്യകമാർ എന്ത് ചെയ്തു? ഇവര് പറയുന്ന കേട്ടിട്ട് വിൽക്കുന്നവരുടെ അടുക്കലേക്ക് വാങ്ങാനായി കടന്നുപോയി. അങ്ങനെ വാങ്ങാനായി കടന്നുപോയ നേരം കൊണ്ട് മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവര് അവനോടൊപ്പം പോയി. ഈ 10 കന്യകമാര് എന്തിനു വേണ്ടിയായിരുന്നു ഒരുങ്ങിക്കാത്തിരുന്ന? ആ മണവാളനെ എതിരേൽക്കാനായിട്ടായിരുന്നു അല്ലേ. മണവാളനെ എതിരേൽക്കാൻ വേണ്ടി കാത്തിരുന്ന 10 കന്യകമാരിൽ 5 പേർ എന്ത് ചെയ്തു? വിളക്കോടുകൂടി എണ്ണ എടുത്തത് കാരണം അവർക്ക് മണവാളൻ വന്നപ്പം തക്ക സമയത്ത് തന്നെ മണവാളനോട് ഒരുമിച്ച് കല്യാണ സദ്യക്കായിട്ട് പോകാൻ സാധിച്ചു. ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ എണ്ണ വാങ്ങുന്നവരുടെ അടുക്കൽ പോയി വാങ്ങാൻ പോയ സമയം കൊണ്ട് മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവരെന്ത് ചെയ്തു? അവനോടൊപ്പം പോയി കല്യാണ സദ്യക്ക് ചെല്ലാനായിട്ട് സാധിച്ചു. അവര് ചെന്ന് എന്ത് ചെയ്തു? അവിടുത്തെ വാതില് അടച്ചു. കാരണം മണവാളൻ നേരത്തെ ഇവരറിഞ്ഞതാണ് മണവാളൻ വരുന്നു എന്നുള്ളതില്ലേ. ഇതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ചേർക്കാനായിട്ട് വരുന്നുണ്ടെന്നുള്ള ഒരു ആഹ്വാനം, വരുന്നുണ്ടെന്നുള്ള ഒരു വാർത്ത നമ്മളോട് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളെ ചേർപ്പാൻ ഞാൻ വീണ്ടും വരുമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് അറിയാം. അതിനായിട്ടാണ് പറയുന്നത്, ഒരുങ്ങിക്കാത്ത് വിശുദ്ധിയോടെ ജീവിക്കുക. വിശുദ്ധിയിൽ ഭയങ്കരനായ ആ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നമുക്ക് അവനോടൊപ്പം പോകാൻ, കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക എന്ന് എല്ലാവരും വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതുപോലെ മണവാളൻ പെട്ടെന്നൊരു നിമിഷം വരുമല്ലേ. അങ്ങനെ വരുന്നൊരു സമയത്ത് നമുക്ക് ഒപ്പം പോകാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരുങ്ങി തന്നെ ഇരിക്കണം. ഇപ്പൊ അവരാ എണ്ണ വാങ്ങാൻ പോയ സമയം കൊണ്ട് മണവാളൻ വന്നു. ഇവരെണ്ണയൊക്കെ വാങ്ങി തിരികെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവിടുത്തെ വാതില് അടച്ചു. അവർക്കവിടെ കയറുവാൻ സാധിച്ചോ? ഇല്ല. അവർക്കവിടെ മറ്റു കന്യകമാര് കയറിയതുപോലെ ഇവർക്കവിടെ കയറുവാനായിട്ട് സാധിച്ചില്ല. ഇതുപോലെ നമുക്കറിയത്തില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എപ്പോഴാണ് വരുന്നതെന്ന്. നമുക്ക് ഏത് സമയത്താണ് വരുന്നതെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല, നമുക്ക് ആർക്കും അറിയത്തില്ല. വരും എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഏത് സമയത്ത് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അത് കാരണം നമ്മള് എന്ത് ചെയ്യണം? ഒരുങ്ങിക്കാത്ത് വിശുദ്ധിയോടെ ജീവിക്കണം അല്ലേ. നമ്മുടെ ജീവിതത്തില് ഇതുപോലെ പാപക്കറകളൊന്നും വരാതെ വണ്ണം, തെറ്റുകുറ്റങ്ങളൊന്നും വരാതെ വണ്ണം പിന്നെ നമ്മൾ നാളെ ഇപ്പൊ ഒരു തെറ്റ് ചെയ്തു, നമ്മൾ നാളെ അനുദപിക്കാം, അല്ലെ നാളെ നമ്മൾ ആ വിഷയത്തിനൊരു പരിഹാരം കാണാം എന്നൊന്നും നാളത്തേക്ക് അല്ലെ ഒരു അടുത്ത നിമിഷത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും വെക്കാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയങ്ങൾ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക എന്നാ പറയുന്നത് അല്ലേ. നമുക്ക് വേണ്ടി ഇപ്പോഴാണ് നമുക്ക് നൽകിയിരിക്കുന്ന സമയം. നമ്മൾ ഈ സമയം എന്ത് ചെയ്യണം? തക്കത്തില് വിനിയോഗിക്കണം. നമുക്ക് ദൈവം തരുന്ന അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടമാക്കി കളയരുത്, പാഴാക്കി കളയരുത്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ചർച്ചകൾ തുറന്ന് നമുക്ക് അവിടെ പോയി സൺഡേ സ്കൂൾ നടത്തുവാനോ ഒന്നും സാധിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് നല്ല അനേക പ്ലാറ്റ്ഫോമുകൾ ദൈവം ഒരുക്കി തരുന്നുണ്ട് അല്ലേ. ഓൺലൈനിലൂടെ ഒക്കെ സൺഡേ സ്കൂൾ പഠിക്കുവാനും ഒക്കെയുള്ള അനേക പ്ലാറ്റ്ഫോമുകൾ ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. ഈ സമയങ്ങൾ നിങ്ങൾ ഈ ഫോൺ എടുത്ത് സൺഡേ സ്കൂൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ പേരൻസ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കയ്യിലോട്ട് ഫോൺ തരുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് വരും, നിങ്ങളത് പഠിക്കുന്നും പറഞ്ഞു തരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ്സുകൾ വേണം അറ്റൻഡ് ചെയ്യാൻ. ആ സമയത്ത് കിട്ടിയതല്ലേ എന്നും പറഞ്ഞ് നമ്മൾ വേറെ പരിപാടിക്ക് പോയാൽ ശരിയാവുമോ? അത് യേശുവിന് ഇഷ്ടപ്പെടുവോ? ഇല്ല. യേശുപ്പച്ചന്റെ നല്ല കുഞ്ഞുങ്ങൾ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യത്തില്ല എന്നറിയാം. ഒരിക്കലും നിങ്ങൾ അങ്ങനൊന്നും ചെയ്യരുത്. നിങ്ങളുടെ കൈ ഫോൺ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ദൈവം തരുന്ന നല്ലൊരു അവസരങ്ങളാണ്. ദൈവത്തിന്റെ വചനം പഠിക്കാനൊക്കെ തരുന്ന നല്ല അവസരങ്ങളാണ്. ഇതെന്ത് ചെയ്യണം? നിങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കണം. അന്നേരം നിങ്ങൾ മറ്റ് ബിസിനസ്സുകൾക്ക് പോകുവാനോ അല്ല മറ്റു കാര്യങ്ങൾ കേൾക്കുവാനോ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും നിങ്ങൾ നിങ്ങളുടെ സമയത്തെ കളയരുത്. അങ്ങനെ നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ അവർ ആ എണ്ണ എടുക്കാൻ പോയ നേരം കൊണ്ട് എന്ത് ചെയ്തു? മണവാളം വന്നു. അവരറിഞ്ഞോ? അവർക്കവിടെ കയറാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവര് ബുദ്ധിയുള്ളവർ ചെയ്ത പോലെ വിളക്കോടുകൂടി എണ്ണയും കരുതിയായിരുന്നുവെങ്കിലോ അവർക്കും മണവാളനോടൊപ്പം പോകാനായിട്ട് സാധിക്കുമായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങി കാത്ത് വിശുദ്ധിയോടെ ജീവിക്കണം. നമുക്ക് നാളും നാഴികയും ഒന്നും നമുക്ക് അറിയത്തില്ല, ഏത് സമയത്താണെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മുടെ യേശു വരുന്നത്. അത് കാരണം നമ്മൾ സമയം അറിയാത്തവരാകയാൽ
നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയങ്ങളുണ്ട്. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവത്തിനു വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഒക്കെ ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? തക്കത്തിൽ വിനിയോഗിക്കുക. യേശുപ്പച്ചന്റെ നല്ല കുഞ്ഞുങ്ങളായി യേശുപ്പച്ചന് വേണ്ടി ജീവിക്കുക. അതിനായിട്ട് യേശുപ്പച്ചൻ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വരവെങ്കിൽ നമുക്കും യേശുപ്പച്ചനോട് കൂടെ പോകുവാൻ, കർത്താവ് യേശുക്രിസ്തു കടന്നു വരുമ്പോൾ നമുക്കും യേശുപ്പച്ചനോട് കൂടെ പോകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആർക്കും ആ ഒരു അവസരം നഷ്ടമായി പോകാതിരിക്കാൻ എല്ലാവരും കാത്തുകൊള്ളുക. നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാം, നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കാം. നമുക്ക് ഇന്നൊരു വാക്യം കൂടെ പഠിക്കാം. മത്തായിയുടെ പുസ്തകം 25-ാം അധ്യായം 13-ാമത്തെ വാക്യം. ചേച്ചി ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്ന വാക്യം നല്ലൊരു വാക്യമാണ്. എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന വാക്യമാണ്. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞ എല്ലാവരും. ആകയാൽ നാളും നാഴികയും അറിയായിക കൊണ്ട്, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. നമുക്കറിയത്തില്ല ഏത് സമയത്താണ് വരുന്നതെന്ന് യേശുക്രിസ്തു, അല്ലെ? അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിപ്പീൻ. നമ്മൾ ഉണർന്നിരിക്കണം, അല്ലെ? നമുക്ക് നാളും നാഴികയും ഒന്നും അറിയത്തില്ല. അത് കാരണം നമ്മൾ ഒരുങ്ങി ഉണർന്ന് കാത്തിരിക്കണം. ഓക്കെ, എല്ലാവരും അതിനായിട്ട് റെഡി ആയിട്ടിരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ സൺഡേ സ്കൂള് നിർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചേ. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളിത് വത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പാഠഭാഗം പഠിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. 5 ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവിന്റെ വരവെങ്കിൽ ഒരുങ്ങിക്കാത്തു പ്രത്യാശയോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണം. നാളും നാഴികയും ഞങ്ങൾ അറിയാത്തവരാകിയാൽ ഉണർന്നിരിപ്പാൻ, ഒരുങ്ങിയിരിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യേശുപ്പച്ചൻ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വരവെങ്കിൽ ഞങ്ങൾ ആരും കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ, ഞങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഭയത്തോടെ ഭക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യേശുപ്പച്ചൻ കാത്തു പരിപാലിച്ച് സൂക്ഷിച്ച് വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. പഠിപ്പിക്കുന്ന അധ്യാപകരെ ഒരിക്കൽ കൂടെ ദൈവരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ സൺഡേ സ്കൂളിനെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞോ? ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.